തൃശൂരിൽ മേയർ വിഷയത്തിൽ കോൺഗ്രസിൽ തർക്കം രൂക്ഷം. ഡോക്ടർ നിജി ജസ്റ്റിനെ മേയർ ആക്കുന്നതിനെതിരെ ഒരു വിഭാഗം രംഗത്ത് വന്നു. മുൻപരിചയമില്ലാത്ത നിജിയെ മേയർ ആക്കുന്നതിന് പിന്നിൽ KC ഗ്രൂപ്പിന്റെ നീക്കമാണെന്നാണ് ആരോപണം. മുൻപരിചയമുള്ള ലാലി ജെയിംസിനെയും സുബി ബാബുവിനെയും തഴഞ്ഞതിലും പ്രതിഷേധം. ടേം വ്യവസ്ഥയിൽ മേയർ സ്ഥാനം പങ്കുവയ്ക്കാനാണ് പദ്ധതി. A പ്രസാദ് ഡെപ്യൂട്ടി മേയറായേക്കും. നട്രാജ് പരശുരാം വിശദാംശങ്ങൾ നൽകും. നട്രാജ്, ഈ നിജി ജസ്റ്റിനേക്കാൾ കൂടുതൽ ഇലക്ഷന്റെ സമയത്ത് പേര് കേട്ടിരുന്നത് ലാലി ജെയിംസിന്റെ പേരായിരുന്നു. ഇപ്പോൾ പക്ഷേ നിജി ജസ്റ്റിന്റെ പേര് മുൻതൂക്കം വരാനുള്ള കാരണം, അതിലുള്ള ഇടപെടലുകൾ എങ്ങനെയാണ് ഉണ്ടായത്? ഏറ്റവും ഒടുക്കം ടേം വ്യവസ്ഥയിലാണെങ്കിലും രണ്ടുപേരിലേക്ക് എത്തണം. ആ രണ്ടുപേർ ആരായിരിക്കും? സൈഫുദ്ദീൻ അല്പസമയവുമാണ് ഇപ്പോൾ DCC പ്രസിഡന്റ് ഓഫീസിലേക്ക് കയറിപ്പോയത്. അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണത്തിന് ശ്രമിച്ചെങ്കിലും ഇപ്പോൾ അദ്ദേഹം ടൈറ്റ് ലിപ്പിഡാണ്. ഒരു വിഷയത്തിലും തൽക്കാലം സംസാരിക്കാനില്ല എന്നാണ് ജോസഫ് ടാജറ്റ് പറയുന്നത്. ലാലി ജെയിംസിനെയാണ് തുടക്കത്തിൽ വലിയ രീതിയിൽ മേയർ സ്ഥാനത്തേക്ക് പറഞ്ഞു കേട്ടതെങ്കിലും ഇന്നലെ രാവിലെ മുതൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ നിജി ജസ്റ്റിനാണ് ഇക്കാര്യത്തിൽ മുൻതൂക്കമുള്ളത്. കിഴക്കുപാട്ടയിൽ നിന്നും ജയിച്ചു വന്ന നിജി ജസ്റ്റിന് ദേശീയ നേതൃത്വവുമായുള്ള അടുപ്പമാണ് ഇത്തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നതിന് വഴി തെളിച്ചത് എന്നാണ് അറിയുന്നത്. KC വേണുഗോപാൽ ഗ്രൂപ്പിന്റെ ശക്തമായ പിന്തുണ, അതുപോലെ തന്നെ AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഉൾപ്പെടെയുള്ളവരുടെ ശക്തമായ പിന്തുണയൊക്കെ തന്നെ നിജി ജസ്റ്റിന് അവസരമാവുകയായിരുന്നു. ലാലി ജെയിംസും സുബി ബാബുവും പന്നുകളിലുണ്ടെങ്കിലും ഇന്ന് രാവിലെ 11 മണിക്ക് പ്രഖ്യാപനം നടത്തുമ്പോൾ അത് നിജി ജസ്റ്റിന്റെ പേര് തന്നെയാകും എന്നാണ് ഉന്നത വൃത്തങ്ങളിൽ നിന്നും അറിയാൻ കഴിയുന്നത്. ഒരു ടേം വ്യവസ്ഥയിലൂടെ ഒരു കലാപം ഒഴിവാക്കാൻ കഴിയുമോ എന്നുള്ളൊരു ശ്രമം കോൺഗ്രസ് പരിശ്രമിക്കുന്നുണ്ട്. രണ്ടാം ഘട്ടം സുബി ബാബുവിന് കൊടുക്കേണ്ടി വരും. അങ്ങനെയെങ്കിൽ മൂന്നാം ഘട്ടം ലാലി ജെയിംസിന് കൊടുത്തുകൊണ്ട് ഒരു ഒത്തുതീർപ്പ് സാധ്യമാവുമോ എന്നാണ് ശ്രമിക്കുന്നത്. ഈ ഘട്ടം ഘട്ടമായി മേയറെ മാറ്റുന്ന കാര്യം നേതൃത്വം നിഷേധിക്കുന്നുണ്ടെങ്കിലും തുടക്കത്തിൽ ലാലി ജെയിംസിന് കൊടുത്തില്ലെങ്കിൽ സ്വാഭാവികമായും ആദ്യം ഒരു ക്രിസ്ത്യൻ മേയർ നിജി ജസ്റ്റ് വരികയാണെങ്കിൽ രണ്ടാം സ്ഥാനത്ത് ഒരു ഹിന്ദുവിന് കൊടുക്കേണ്ടി വരും. അത് സുബി ബാബു ആയിരിക്കും. മൂന്നാമത് ലാലി ജെയിംസിന് കൊടുക്കേണ്ടി വരും. പക്ഷേ ഇതൊക്കെ നടന്നു കിട്ടുമോ എന്ന കാര്യത്തിൽ മറ്റ് മേയർ ആസ്പിറേഷൻ ഉള്ളവർക്ക് ഉറപ്പില്ല. നിജി ജസ്റ്റിനെ മേയറായി പ്രഖ്യാപിക്കാൻ ഏതാണ്ട് ധാരണയായി എന്നുള്ളതാണ്. ഇക്കാര്യത്തിൽ പ്രതിഷേധം പല ഭാഗങ്ങളിലുമുണ്ട്. 4 തവണ ജയിച്ചു കയറിയ ആളാണ് ലാലി ജെയിംസ്. സുബി ബാബു 4ാം തവണയാണ് കൗൺസിലറായിരിക്കുന്നത്. ഇത്രയും സീനിയേഴ്സ് ഉള്ളപ്പോൾ ആദ്യ തവണ ജയിച്ച നിജി ജസ്റ്റിനെ പരിഗണിക്കുന്നതിൽ വലിയ മുറുമുറുപ്പ് കൗൺസിലർമാർക്കും മറ്റുമുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം ചേർന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിൽ DCCയോട് തീരുമാനിക്കാൻ, അല്ലെങ്കിൽ നേതൃത്വത്തോട് തീരുമാനിക്കാനാണ് കൗൺസിലർമാർ ഏൽപ്പിച്ചത്. നേതൃത്വത്തിന്റെ തീരുമാനം ഞാൻ സൂചിപ്പിച്ച പോലെ നിജിയിലേക്ക് ചുരുങ്ങുകയാണെങ്കിൽ അസ്വാരസ്യങ്ങൾ പൊട്ടിപ്പെടാനുള്ള ഒരു സാധ്യത ഉറപ്പായും തൃശ്ശൂരിലുണ്ട്. നമുക്കറിയാം, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി നേതൃത്വത്തിന്റെ മനസ്സിലുണ്ട്. തൃശ്ശൂരിൽ ഒരു ക്രിസ്ത്യൻ കാൻഡിഡേറ്റിനെയാണ് മത്സരിപ്പിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും സാമുദായിക സമവാക്യങ്ങൾ മേയറായി പ്രഖ്യാപിക്കുന്ന ആളിൽ കോൺഗ്രസിനെ പാലിക്കേണ്ടി വരും. ഇതൊക്കെ തന്നെ നോക്കിക്കൊണ്ടാവും പ്രഖ്യാപനം. പലതരത്തിലുള്ള അതൃപ്തി പല ഭാഗത്തു നിന്നും DCCയിൽ എത്തുന്നുണ്ട്. ഇന്ന് എന്ത് പ്രഖ്യാപനമാണ് ഉണ്ടാവുക എന്ന കാര്യത്തിലാണ് എല്ലാ ആകാംക്ഷയും. എന്തായാലും വലിയ സർപ്രൈസുകൾ ഇനി ഉണ്ടാവില്ല എന്നാണ് കരുതുന്നത്. വലിയ തരത്തിലുള്ള കൂടിക്കാഴ്ചകളും ചർച്ചകളും ഇപ്പോഴും ഇക്കാര്യത്തിൽ തുടരുകയാണ്. സൈഫു, നിജിന്റെ കാര്യത്തിൽ മുകളിൽ നിന്നാണ് കാര്യമായ സമ്മർദ്ദം എന്ന് മനസ്സിലാക്കുന്നു. KC ഗ്രൂപ്പ് നിജി ജസ്റ്റിനെ മേയറാക്കുന്നതിൽ വലിയ ഇടപെടൽ നടത്തുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ നിജി ജസ്റ്റിനെ മേയറാക്കുന്നതിൽ DCC നേതൃത്വത്തിനും സംസ്ഥാനത്തെ KPCC നേതൃത്വത്തിനും കാര്യമായ എതിർപ്പുണ്ടെന്നാണോ കരുതുന്നത്? നിജി ജസ്റ്റിൻ കിഴക്കുംപാട്ടയിൽ നിന്നും ഇത്തവണയാണ് ജയിച്ചു കയറിയത്. ഫസ്റ്റ് ടൈം കൗൺസിലറാണ്. ഇവർക്ക് വേണ്ടി ദേശീയ നേതൃത്വം, പ്രത്യേകിച്ച് KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള ഗ്രൂപ്പിന്റെ സമ്മർദ്ദം, അതാണ് നിജിയിലേക്ക് കാര്യങ്ങൾ എത്തിയതെന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെയും ഇവർ രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നു. പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരുന്ന സമയത്ത് ഇവരുടെ പേര് വരുമെന്നും ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിജി സ്ഥാനാർത്ഥിയാകുമെന്നും ഒക്കെ തന്നെ പറയപ്പെട്ടിരുന്നതാണ്. പിന്നീട് അതാണത് അവർ ഇത്തരത്തിൽ മേയർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ജയിച്ചു കയറുകയും ചെയ്തു. അപ്പോൾ തന്നെ നിജിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ള സൂചന ഉണ്ടായിരുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളിലാണ് ദേശീയ നേതൃത്വം ശക്തമായി നിജിക്ക് വേണ്ടി വാദിച്ചത്. അവർ ഡോക്ടറാണ്, ഗൈനക്കോളജിസ്റ്റാണ്. സ്വാഭാവികമായിട്ടും ഒരു നല്ല വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒരാളെയാണ് ഞങ്ങൾ പ്ലേസ് ചെയ്തതൊക്കെ തന്നെ നേതൃത്വത്തിന് പറയാമെങ്കിലും ഇത് പൊളിറ്റിക്സ് ആണ്. നഗരസഭയുടെ അഡ്മിനിസ്ട്രേഷനിൽ പഴക്കവും തഴക്കവുമുള്ള 4 തവണ കൗൺസിലർമാരായ ആളുകളുള്ളപ്പോൾ നിജിയിലേക്ക് ചുരുങ്ങുന്നത് എങ്ങനെയാണ് എന്നുള്ളൊരു വിഷയം വരുന്നുണ്ട്. മറ്റ് ഗ്രൂപ്പുകളുടെ പിന്തുണയൊക്കെ തന്നെ പലതരത്തിലാണെങ്കിലും നിജിയിലേക്ക് കാര്യങ്ങൾ പോയി നിൽക്കുമ്പോൾ മുറുമുറുപ്പുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയം തന്നെയില്ല. അതിനിടയിലാണ് ഈ ഡെപ്യൂട്ടി മേയർ സ്ഥാനം സംബന്ധിച്ചൊരു ചർച്ച
സജീവമായത്. എ പ്രസാദ്, മുതിർന്ന നേതാവ്, സിവിൽ സ്റ്റേഷനിൽ നിന്നുള്ള കൗൺസിലർ, അദ്ദേഹത്തെ ഡെപ്യൂട്ടി മേയറാക്കാനാണ് ആദ്യഘട്ടത്തിൽ ഡെപ്യൂട്ടി മേയറാക്കാൻ ഉദ്ദേശിക്കുന്നത്. രണ്ടാം ഘട്ടത്തിൽ ബൈജു വർഗീസിന് ഡെപ്യൂട്ടി മേയർ സ്ഥാനം കൊടുത്തേക്കാം എന്നുള്ള സൂചനയാണ് പുറത്തു വരുന്നത്. അക്കാര്യത്തിലും തർക്കങ്ങൾ വരുന്നുണ്ട്. എന്തായാലും സാമുദായിക സമവാക്യങ്ങൾ കൂടി പരിഗണിച്ചായിരിക്കും ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുക. എന്തായാലും 11 മണിയോടുകൂടി കോൺഗ്രസിന്റെ തീരുമാനം എന്താണെന്നുള്ള കാര്യം വ്യക്തമാകും. നാളെയാണ് മേയർ തെരഞ്ഞെടുപ്പ്.